ശബരിമല കാലത്ത് വൃശ്ചികമാസം 1-ാം തീയതി മുതൽ 12 ദിവസങ്ങൾ കൃത്യമായ വ്രതാചരണത്തോടുകൂടി തന്നെ ഇവിടെ ദശ അവതാര ചാർത്ത് നടത്തുകയും അതിന്റെ പരിസമാപ്തിയിൽ എന്നോണം നാം എല്ലാവരും ഭഗവാനായി പരിണമിക്കാനുള്ള പ്രക്രിയയിൽ ഇടപെടുന്നത്. തത്വമസി എന്ന് സാക്ഷാൽ ശബരിമലയിൽ എഴുതി വെക്കുമ്പോൾ അതൊരു കേവലം ഉപനിഷത്തിന്റെ പദമല്ല. ഇവിടെ ഇപ്പോൾ പങ്കെടുക്കുന്നത് തന്നെ നൂറുകണക്കിന് അയ്യപ്പന്മാരെ ഞാൻ കാണുകയാണ്. 1-ാം തീയതി വൃശ്ചികമാസം 1-ാം തീയതി കറുപ്പെടുക്കുമ്പോൾ മാലയിടുമ്പോൾ ഇനി മുതൽ ദീക്ഷയാണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ വ്രതം ആരംഭിക്കുന്നു എന്ന് തീരുമാനിച്ചാൽ പണ്ടുകാലം മുതൽ ഇക്കാലം വരെ അവനെ നാം വിളിക്കുക അയ്യപ്പ എന്നാണ്. ഇനി അതൊരു ചെറിയ കുട്ടിയാണ് എങ്കിൽ, അല്ലെങ്കിൽ 50 കഴിഞ്ഞ സ്ത്രീയാണ് എങ്കിൽ തീർച്ചയായും അവളെ വിളിക്കുക മാളികപ്പുറത്തമ്മേ എന്നാണ്. അപ്പോ അയ്യപ്പൻ മാളികപ്പുറം എന്ന് പറയുന്നത് 2 ഭഗവത് ചൈതന്യമാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരുപക്ഷെ കേരളത്തിനെ ലോകത്തിന്റെ നെറുകയിൽ നിർത്തുന്ന ശബരിമലയിലെ സങ്കല്പമെങ്കിൽ അത് നമ്മെ പഠിപ്പിച്ചു തരുന്ന സനാതന ധർമ്മത്തിന്റെ ദിവ്യമായിട്ടുള്ള ഒരു ഏകീകരണ സ്വഭാവമുണ്ട്. തൽ ത്വം അസി, അത് നീ തന്നെ. നീ ആരെ കാണാനാണ് വ്രതം എടുത്ത് ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് ഓടി ഇവിടെ എത്തുന്നത്? ആ രൂപത്തിനെ നോക്കൂ, അത് നീ തന്നെയല്ലേ. അതാകാനുള്ള ശ്രമമാകണം നിന്റെ മുഴുവൻ ജീവിതവും. ഇതാണ് അഹം ബ്രഹ്മം. അഹം ബ്രഹ്മം എന്ന് പറയുന്നതിന്റെ മറ്റൊരു പരിപ്രേക്ഷ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് തത്വമസിയെ വ്യാഖ്യാനിക്കാം. ഇത് കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാവുന്ന, അറിയാവുന്നത്. ഇവിടെ ഇരിക്കുന്ന പലരും മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പണ്ടുകാലങ്ങളിൽ മുതിർന്നവർ മാത്രമല്ല ചെറുപ്പക്കാർക്ക് ഇപ്പോഴും കറുപ്പെടുത്തു കഴിഞ്ഞാൽ, മാലയിട്ട് കഴിഞ്ഞാൽ സ്കൂളിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ പ്രിവിലേജ് ഉണ്ട്. അന്ന് അധ്യാപകർ തല്ലില്ല. ആ സമയങ്ങളിൽ അയ്യപ്പനെ തല്ലാൻ പാടില്ല, മാളികപ്പുറത്തിനെ തല്ലാൻ പാടില്ല. ഇത് നമ്മുടെ നാട്ടിലെ ഒരു ആചരണമാണ്, അല്ലെങ്കിൽ ഒരു ആചാരമാണ്. കാരണം എന്താ? അത് ഭഗവാനാണ്. അപ്പൊ ഒരു വ്യക്തി ഭഗവാനായി രൂപപ്പെടാൻ 41 ദിവസം വേണം എന്നുള്ള ഒരു ചര്യ ആചരിച്ചു വെക്കുകയും ഈ 41 ദിവസത്തെ കൃത്യമായിട്ടുള്ള ഭക്ഷണം, കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങൾ, നിഷ്ഠ, ഭഗവത് സാന്നിധ്യം, ഇതെല്ലാം കൊണ്ട് നീ ഭഗവാനായി മാറുന്നു എന്ന് നമ്മളെ പറഞ്ഞു വെക്കുന്ന, അല്ലെങ്കിൽ അത് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്ന ഒരു കാലയളവിൽ തന്നെ സാക്ഷാൽ പാർത്ഥസാരഥി നമ്മുടെ മുമ്പിൽ ഇപ്രകാരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് തീർച്ചയായും എല്ലാവരും വിനയാന്വിതരായി നിൽക്കുകയും ആ ചടങ്ങിന് പങ്കെടുക്കുമ്പോൾ ഇവിടെ നിന്ന് കിട്ടേണ്ട ഊർജം, കിട്ടുന്ന ഊർജത്തിനെ അഹം ബ്രഹ്മമായി മാറാനുള്ള പ്രക്രിയയാക്കി മാറ്റാൻ ശ്രമിക്കണം എന്നുള്ള അഭ്യർത്ഥനയുണ്ട്.